ഇന്ന് നമുക്ക് മോഹിനിയാട്ടം എന്ന മലയാള സിനിമയുടെ കഥ അറിയുന്നതിന് മുൻപ് അതിന്റെ ആദ്യത്തെ ഭാഗമായ ഭരതനാട്യത്തിന്റെ കഥ ഒന്ന് ചുരുക്കി നോക്കിയാലോ. ഭരതൻ നായർക്കും സരസ്വതിക്കും 4 മക്കളുണ്ട്. രണ്ടാണും 2 പെണ്ണും. ശശിധരൻ, ശാന്തി, ശ്രീലത, അരുൺ ഘോഷ്. ഒരിക്കൽ ഭരതൻ നായർക്ക് സുഖമില്ലാതാകുന്നു. ഐസിയുവിലാണ്. താൻ മരണപ്പെട്ടു പോകുമെന്ന പേടി കാരണം ഭരതൻ നായർ ഞെട്ടിക്കുന്നൊരു സത്യം മൂത്ത മകനായ ശശിയോട് തുറന്നു പറയുന്നു. ഭരതൻ നായർക്ക് ശ്രീകണ്ഠാപുരത്ത് രുക്മിണി എന്ന മറ്റൊരു ഭാര്യയും അതിൽ അജയ് ഘോഷ് എന്ന പേരിൽ ഒരു മകനുമുണ്ടത്രേ. അവരെ കാണണമെന്ന ആവശ്യം പറയുകയാണ്. അത് കേട്ട് ഞെട്ടിപ്പോയ ശശി ഈ വിവരം വീട്ടുകാരെ അറിയിക്കുന്നു. ഭരതൻ നായരിൽ നിന്നും ഇത്തരമൊരു പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചതേയില്ല. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ശശി രുക്മിണിയെയും മകനെയും കാണുവാൻ വേണ്ടിയിട്ട് പോകും. അവിടെ ചെല്ലുമ്പോഴാണ് രുക്മിണിയുടെ മകൻ അജയ് ഘോഷ് കാണുവാൻ ശശിയുടെ അനുജനായ അരുണിനെ പോലെ തന്നെയാണ്. ഒടുവിൽ രണ്ടാളെയും ശ്രീകണ്ഠാപുരത്ത് നിന്നും ശശിധരൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വീട്ടിൽ ആരും തന്നെ അവരോട് മിണ്ടുവാനൊന്നും ആദ്യം കൂട്ടാക്കിയതേയില്ല. പിന്നെ ഭരതൻ നായരുടെ ഈ ഒരു ചുറ്റിക്കളി പുറത്തറിയാതിരിക്കുവാനായിട്ട് രുക്മിണിയെയും മകനെയും ഒന്ന് പുറത്തു പോലും അവർ ഇറക്കത്തേയില്ല. ഭരതൻ നായർ പേടിച്ചതുപോലും മരിച്ചതുമില്ല. കള്ളത്തരം എല്ലാവരും അറിയുകയും ചെയ്തു. 2 ഭാര്യമാരും ചേർന്നാണ് ഭരതൻ നായരുടെ കാര്യം നോക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഭാര്യയ്ക്ക് ഭരതനോട് നല്ല ദേഷ്യമാണ്. ഭരതൻ നായർക്ക് ഒരുപാട് സ്വത്തുണ്ട്. അതിനാൽ തന്നെ ഭാഗം വെക്കുന്നതിൽ പ്രശ്നം വരാതിരിക്കാനായിട്ട് 2 ഭാര്യമാരുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങും. അപ്പോഴാണ് സരസ്വതിയുമായിട്ട് ഭരതൻ നായർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നറിയുന്നത്. രുക്മിണിയുമായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അറിയുന്നു. സ്വന്തം ഭർത്താവിൽ നിന്നും ഇത്തരമൊരു പ്രവൃത്തി സരസ്വതി പ്രതീക്ഷിച്ചതേയില്ല. ഇത്രയും നാള് ഭാര്യ എന്ന പദവിയിൽ സരസ്വതി ജീവിച്ചിട്ടും അങ്ങനെ അല്ലല്ലോ താനിപ്പോൾ ജീവിക്കേണ്ടി വരുന്നതെന്നോർത്ത് സരസ്വതി ആകെ സങ്കടപ്പെടുകയാണ്. ആദ്യം ചെയ്ത തെറ്റ് രണ്ടാമത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്തത് എന്നതായിരുന്നു ഭരതൻ നായരുടെ മറുപടി. എന്നാൽ ഇതേ സമയമായിരുന്നു ശശിധരൻ അമ്പലത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തുന്നത്. ആളുകളെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ശശിധരനും കൂട്ടരും ചേർന്ന് ഗ്രഹപൂജ എന്നൊരു കാര്യം ഏർപ്പാടാക്കി. കൂടാതെ കൂട്ടത്തിലുള്ള സുഭാഷിന് ഇവരുടെ വീട്ടിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന സംശയമുണ്ടാകുന്നു. ആളുകളെ പറ്റിക്കൽ മാത്രമല്ല, കുറച്ച് കാശൊപ്പിക്കുക, ഇത് തന്നെയായിരുന്നു ഗൃഹപൂജയുടെ ഉദ്ദേശവും. ഒടുവിൽ ഗൃഹപൂജ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രസിഡന്റ് വീട്ടിൽ തന്നെ നടത്തണമെന്നും തീരുമാനിക്കുന്നു. എന്നാൽ ഇതാദ്യം ശശിക്ക് ഇഷ്ടമായതേയില്ല. വേണ്ട വേണ്ട, എന്റെ വീട്ടിൽ ഇതൊന്നും വേണ്ട എന്ന് ശശി പറയുന്നു. എന്നാൽ ഒരു ദിവസം ഒരു മുന്നറിയിപ്പും കൂടാതെ സുഭാഷും കൂട്ടരും ശശിയുടെ വീട്ടിലേക്കെത്തി പൂജ നടത്തി. അതോടെ അരുണിനെ പോലെ മറ്റൊരുത്തൻ ആ വീട്ടിലുണ്ടെന്നും എല്ലാവർക്കും മനസ്സിലായി. കണ്ടുപിടിക്കണമെന്നും സുഭാഷ് തീരുമാനിക്കുന്നു. ഈ സുഭാഷ് ഒരു തരം കൃമിയാണ്. ഒരിക്കൽ കൊച്ചുമക്കളാണെങ്കിൽ ഭരതൻ നായരെ വീൽചെയറിൽ തള്ളി പറമ്പിൽ കൊണ്ടുവന്നിരുത്തുകയാണ്. പറമ്പിലെ ആ ഒരു സൗന്ദര്യമെല്ലാം ആശ്വസിച്ച് ഇളം കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഭരതൻ നായർ പ്രതീക്ഷിക്കാതെ തലയിലൂടെ ഒരു കുല തേങ്ങ വീഴുന്നത്. അതോടെ ഭരതൻ നായർ മരിച്ചു പോകുന്നു. മരണാനന്തര ചടങ്ങ് നടക്കുമ്പോഴും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രുക്മിണിയെയും മകനെയും ഒളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. ചടങ്ങെല്ലാം അവർ മുകളിലത്തെ ജനൽ വഴിയാണ് നോക്കിക്കാണുന്നത്. അമ്മയും മകനും ഒരേ കരച്ചിൽ. അത് ശശിയിൽ വല്ലാത്ത കുറ്റബോധമുണ്ടാക്കുന്നു. ഒടുവിൽ ശശി രണ്ടും കൽപ്പിച്ച് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അമ്മയും മകനെയും കൊണ്ടുവരുന്നു. അതോടെ ഭരതൻ നായരുടെ കള്ളക്കളി പുറത്തായി. അന്നു മുതൽ നാട്ടുകാരെ പേടിക്കാതെ അവർ ജീവിക്കുവാനായും തുടങ്ങി. ഇതാണ് ഭരതനാട്യം എന്ന സിനിമയുടെ കഥ. മോഹിനിയാട്ടത്തിന്റെ കഥ അറിയണമെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണാൻ മറക്കരുതേ.